ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്കെല്ലാവർക്കും എത്രയും സ്നേഹത്തോടെ നേരുന്നു. നീ ചോദിച്ചതൊക്കെ ഞാൻ തന്നില്ലേ, ഇനി ഞാൻ ചോദിക്കുന്നതൊക്കെ നീ തരണമെന്ന് ഈശോയോട് കുശലം പറഞ്ഞ് പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ ഈശോയെ സ്നേഹിച്ച് ഈ ഭൂമിയിൽ നിന്നും കടന്നുപോയി സ്വർഗം സ്വന്തമാക്കിയ ഒരു മനുഷ്യജന്മമാണ് വിശുദ്ധ അൽഫോൻസ. പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ ദൈവത്തെ സ്നേഹിക്കാനും മനുഷ്യനെ സ്നേഹിക്കാനും ഈ വിശുദ്ധ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത്രയും സ്നേഹമുള്ളവരെ, നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം വിശുദ്ധ എന്ന് അവകാശപ്പെടാവുന്ന ഒരാളാണ് വിശുദ്ധ അൽഫോൻസാമ്മ. 35 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് ഒരുപാട് സുഹൃതങ്ങളുടെ പാഠങ്ങൾ നമുക്കായി ബാക്കി വെച്ചിട്ട് കടന്നുപോയ ഒരു ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യജന്മം. ആരാണ് ഒരു വിശുദ്ധ, ആരാണ് ഒരു വിശുദ്ധൻ? എത്രയും പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. ഒരു നല്ല മനുഷ്യനാണ് ഒരു നല്ല വിശുദ്ധനായിട്ട് മാറുക. പുരാണങ്ങളിലൊക്കെ വായിക്കുന്ന ഒരു കഥയുണ്ട്, നമുക്കൊക്കെ അറിയാവുന്ന ഒരു കഥാപാത്രമാണ് നാരദൻ എന്നൊരു കഥാപാത്രം. ഈ മനുഷ്യൻ ഒരു ദിവസം യാത്ര ചെയ്യുകയാണ്. ഒരു വീട്ടിൽ അന്തി ഉറങ്ങി. അവർ നല്ല ഭക്ഷണം കൊടുത്തു. പിറ്റേന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തോട് ആ വീട്ടുകാർ പറയുന്നത്, ഞങ്ങൾക്ക് മക്കളില്ല, താങ്കൾ ഭഗവാനെ കാണുമ്പോൾ ഞങ്ങളുടെ കാര്യം പറയണമെന്നാണ്. നാരദൻ ഭഗവാനോട് ഇവരുടെ ആവശ്യം പറഞ്ഞു. ഭഗവാൻ പറയുന്നത്, ഇത് അവരുടെ വിധിയാണ്, അവർക്ക് മക്കളുണ്ടാവില്ല എന്നാണ്. വീണ്ടും ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷം നാരദൻ തൻ്റെ യാത്രയിൽ വീണ്ടും ഈ വീട് സന്ദർശിച്ചു. അവിടെ ചെന്നപ്പോൾ അവിടെ കളിക്കുന്ന 2 കുട്ടികളെ കണ്ടു. അപ്പോൾ ആ വീട്ടുകാരനോട് ചോദിക്കുന്നത്, ഇത് ആരുടെ മക്കളാണ്? ഇയാൾ പറയുന്നത്, ഞങ്ങളുടേതാണ്. അപ്പോൾ അതിന് മറുപടി എന്നോണം ഈ നാരദൻ പറയുന്നു, എങ്ങനെയാണ് നിങ്ങൾക്ക് മക്കളെ ലഭിച്ചത്? അപ്പോൾ ഈ വീട്ടുകാരൻ പറയുന്നത്, താങ്കൾ പോയതിനു ശേഷം ഒരു സന്യാസി ഞങ്ങളുടെ വീട്ടിൽ വന്നു, അയാൾ ഞങ്ങളെ അനുഗ്രഹിച്ചു, അതിനുശേഷമാണ് ഞങ്ങൾക്ക് മക്കളുണ്ടായത്. നാരദന് ദേഷ്യമായി ഭഗവാനോട് ചോദിക്കുകയാണ്, ഞാനന്ന് ചോദിച്ചപ്പോൾ തന്നില്ലല്ലോ, അത് അവരുടെ വിധിയാണെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കിയില്ലേ? അപ്പോൾ ഭഗവാന്റെ മറുപടി ഇങ്ങനെയാണ്, അതൊരു വിശുദ്ധൻ്റെ പണിയായിരിക്കാം. ഒരു നല്ല മനുഷ്യനെ നല്ലൊരു വിശുദ്ധനാകാൻ പറ്റുമെന്ന് ഈ ഒരു കൊച്ചു കഥ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഭൂമിയിൽ നല്ല ഒരു മനുഷ്യ സ്ത്രീയായി ജീവിച്ച് കടന്നുപോയി. ഒരുപാട് സഹനങ്ങളുണ്ടായിരുന്നു, വേദനകളുണ്ടായിരുന്നു. സഹനങ്ങളുടെ നിമിഷത്തിൽ കണ്ണുകൾ ഇറുക്കി അടച്ച് അവളിങ്ങനെ ഉറങ്ങാൻ പറ്റാണ്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അവളിങ്ങനെ ഉറങ്ങാൻ പറ്റാണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ച് കണ്ണിലൂടെ ഒഴുകിയിറങ്ങുന്ന ഈ കണ്ണീര് കണ്ട് പലരും ചോദിച്ചിട്ടുണ്ട്, നീ എന്താ ചെയ്യുന്നത്? അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാൻ സ്നേഹിക്കുകയാണ്. സഹനത്തെ സ്നേഹമായി കണ്ട ഒരു വിശുദ്ധ, പിന്നെ എങ്ങനെയാണ് അവൾക്ക് വിശുദ്ധയാകാതിരിക്കാനായിട്ട് സാധിക്കുക? നമ്മളൊക്കെ ഭരണങ്ങാനത്ത് അൽഫോൻസാമ്മയുടെ ആ ഒരു ശവകുടീരത്തിൽ പോയതിനു ശേഷം അവിടെയുള്ളൊരു സ്മൃതി മണ്ഡപമുണ്ട്, ഒരു മ്യൂസിയം ഉണ്ട്. അവിടെ ചെന്ന് കയറുമ്പോൾ നമ്മളെയൊക്കെ ആകർഷിക്കുന്ന ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട് വിശുദ്ധ അൽഫോൻസാമ്മയുടെ. അതിങ്ങനെയാണ്, ഇത്രയൊക്കെ സഹനങ്ങൾ അനുഭവിച്ചതിന് ശേഷം, മഠത്തിൽ വന്നതിന് ശേഷം ഒരു വിശുദ്ധയായില്ലെങ്കിൽ എൻ്റെ ജന്മം കൊണ്ട് എന്താണ് അർത്ഥമെന്നാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് സഹനങ്ങളും വേദനകളും ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അതൊക്കെ വെറുതെ പാഴാക്കി കളയരുതെന്ന് അൽഫോൻസാമ്മ നമ്മൾ ഓർമ്മപ്പെടുത്തുക. കുഞ്ഞുനാളിലെ അമ്മയെ നഷ്ടപ്പെട്ടു, സഹോദരനെ നഷ്ടപ്പെട്ടു, അമ്മയുടെ സ്നേഹം ലഭിക്കാതെ വളർന്ന ഒരു കുഞ്ഞ്. പക്ഷേ അവളുടെ ഇളയമ്മ നല്ല സ്നേഹത്തിൽ അവളെ വളർത്തി, ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തി, സഹനത്തിലും ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് അവളെ പ്രാപ്തിയാക്കി. നമ്മുടെ ജീവിതത്തിലും കൊച്ചു വേദനകളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ഏറ്റവും ആദ്യം ഉപേക്ഷിക്കുന്നത് പ്രാർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള അവസരമായിരിക്കാം. കഴിഞ്ഞ ഒരാഴ്ച പഠന സംബന്ധമായിട്ട് ഒരു യാത്ര പോയി. 2 ദിവസത്തെ ട്രെയിൻ യാത്രയാണ്. അതിൽ പരിചയപ്പെട്ട ഒരു സഹോദരൻ. നേരത്തെ പരിചയമുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് വഴി, പക്ഷെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. ഒരു മുസ്ലിം യുവാവ്, ഒരു 35 വയസ്സ് പ്രായമുള്ളൂ. യാത്രയിലുടനീളം ഞങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത് പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. പക്ഷെ കൃത്യമായ സമയത്ത് ഈ മനുഷ്യൻ കൈയും മുഖവും കാലും കഴുകി ദേഹശുദ്ധി വരുത്തി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന, നിസ്കരിക്കുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടു. അപ്പോൾ ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്നതാണെന്നറിയാതെ ഞാൻ ഭക്ഷണപ്പൊതി അവൻ്റെ നേരെ നീട്ടിയപ്പോൾ പറഞ്ഞത്, അച്ഛാ ഞാൻ നിസ്കരിക്കുകയാണെന്നാണ്. അതായത് ഈ യാത്രയിൽ, ദുസ്സഹമായ യാത്രയിൽ പോലും ട്രെയിനിൻ്റെ ബർത്തിൽ കയറി അവിടെ ഇരുന്ന് നിസ്കരിക്കണമെങ്കിൽ ആ മനുഷ്യൻ ദൈവത്തിന് തൻ്റെ ജീവിതത്തിൽ കൊടുക്കുന്ന പ്രാധാന്യം.
പ്രിയപ്പെട്ടവരെ, നമ്മൾക്കൊരു യാത്ര വരുമ്പോൾ, നമ്മൾക്കൊരു വേദന വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മാറ്റിവെക്കുന്നത് ദൈവവിചാരവും ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള അവസരങ്ങളുമാണ്. ഓരോ പ്രിയപ്പെട്ടവരുടെയും കൂടെ ചേർന്നിരിക്കുമ്പോഴും ഓർക്കുക, ദൈവസ്നേഹം നമ്മൾ ഒരിക്കലും മറന്നുപോകരുത്. അപ്പോൾ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിനുശേഷം അവനിങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു കാര്യം തോന്നുകയാണ്. ഒരു വൈദികനായിട്ട് പോലും ഞാൻ ഈ യാത്രയിൽ പ്രാർത്ഥിക്കാനായിട്ട് അല്പം സമയം കണ്ടെത്തിയില്ലല്ലോ. പഠന സംബന്ധമായ കാര്യങ്ങൾ മാത്രമല്ലേ ഞാൻ ചർച്ച ചെയ്തുള്ളൂ. അതിനുശേഷം ഇവനുമായിട്ട് നല്ല സൗഹൃദത്തിലായി, ഭക്ഷണം പരസ്പരം പങ്കുവയ്ക്കാൻ തുടങ്ങി. ഇന്നലെ അവനോട് ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ചോദിച്ചു, എനിക്കിങ്ങനെ ഒരു ടോക്ക് ഉണ്ട്, ഞാൻ നിന്നെക്കുറിച്ച് സംസാരിച്ചോട്ടെ. വളരെ സ്നേഹത്തോടെ പറഞ്ഞു വച്ച. ഞാൻ പറഞ്ഞത്, പേടിക്കാനൊന്നും വേണ്ട, നിൻ്റെ പേര് ഞാൻ പറയില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം, ഈവൻ ഇഫ് യു മെൻഷൻ മൈ നെയിം ഇറ്റ്സ് ഓക്കെ ഫാദർ. എൻ്റെ പേര് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ ചെയ്തത്, എൻ്റെ ദൈവത്തിന് ഞാൻ കൊടുക്കേണ്ട സമയം ഞാൻ ദൈവത്തിന് കൊടുത്തു, അതിൽ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഷാജു എന്ന ഒരു ചെറുപ്പക്കാരൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ അൽഫോൻസാമ്മ കാണിച്ചു തരുന്നത്, നിൻ്റെ ജീവിതത്തിൽ ദൈവം സഹനത്തിൻ്റെ പാനപാത്രം വെച്ച് നീട്ടിയാലും ദൈവസ്നേഹത്തിൽ നിന്ന് മാറിപ്പോകാതെ ആ ദൈവസ്നേഹവുമായിട്ട് ഒന്നിച്ചു ചേർന്ന് ജീവിക്കാനായിട്ട് വിശുദ്ധ അൽഫോൻസ നമ്മളോട് പറയാം. അവസാനമായിട്ട് വിശുദ്ധ അൽഫോൻസാമ്മ ഈശോയോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്, നീ ചോദിച്ചൊക്കെ ഞാൻ തന്നില്ലേ, ഇനി ഞാൻ ചോദിക്കുന്നത് നീ എനിക്ക് തരണം എന്ന് പറയുന്ന ഒരു കുഞ്ഞിൻ്റെ മനോഭാവം. അതുകൊണ്ടാണ് വിശുദ്ധ അൽഫോൻസാമ്മയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി ബെനഡിക്ട് 16 പാപ്പ ഇങ്ങനെ പറഞ്ഞത്, ഈശോയുടെ വിരുന്നുമേശയിലേക്കുള്ള യാത്രയിൽ സഹനങ്ങൾ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവങ്ങളാണെന്ന് കണ്ടെത്തിയവളാണ് വിശുദ്ധ അൽഫോൻസ. അതുകൊണ്ട് അൽഫോൻസാമ്മ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഒരിക്കലും സഹനമെന്ന വിഭവം ഉപേക്ഷിച്ചില്ല എന്ന് ബെനഡിക്ട് 16 പാപ്പ ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്കും ദൈവം തരുന്ന സഹനങ്ങളെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. സഹനങ്ങളുടെ സമയത്ത് ദൈവത്തെയും മനുഷ്യനെയും തള്ളിപ്പറയാതെ ദൈവം എനിക്ക് തരും എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ വിശുദ്ധ അൽഫോൻസാമ്മ നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും.